അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് താജ്മഹലിൻ്റെ അടുത്തുള്ള താജ്മഹൽ മെട്രോ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അറിയാമല്ലോ, നല്ല വെയിലടിക്കുന്നുണ്ട്. നമ്മളെ പുതുതായിട്ട് ഇനാഗുറേഷൻ ചെയ്ത ആഗ്ര മെട്രോയിൽ കൂടിയുള്ള ഒരു യാത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതിനപ്പുറത്തുണ്ട്. അപ്പം ഈ ഒരു മെട്രോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാർച്ച് 6-ാം തീയതിയാണ് ഉദ്ഘാടനം ചെയ്തത്. കുറച്ച് ദിവസമായിട്ടുള്ളൂ ഈ ഒരു പുതിയതായിട്ടുള്ള മെട്രോയിൽ നമുക്ക് കയറാനുള്ള ഭാഗ്യം കിട്ടി. പിന്നെന്ന് പറയുന്നത് ആകപ്പാട് 6 കിലോമീറ്റർ ദൂരം മാത്രമേ നിലവിൽ ഓപ്പൺ ആയിട്ടുള്ളൂ ഈ മെട്രോ. അപ്പോൾ ഇതിൽ ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്നത് താജ്മഹൽ മെട്രോ സ്റ്റേഷനിൽ നിന്നും ആഗ്ര ഫോർട്ട് വരെയുള്ളതാണല്ലോ. അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി ഒരു മെട്രോ ട്രെയിൻ യാത്ര നിങ്ങൾക്ക് കാണാം. നമുക്ക് പുതിയ മെട്രോ സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനുണ്ട്. പുതിയതായിട്ടുള്ളൊരു മെട്രോയിൽ നമ്മൾ ആദ്യമായിട്ടാണ് കയറാൻ പോകുന്നത്. ബാക്കിയൊക്കെ നമ്മൾ മെട്രോ ഒക്കെ തുടങ്ങിയിട്ട് കുറേ നാളിന് ശേഷമാണ് കയറുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ താജ്മഹൽ മെട്രോ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത്. മെട്രോ സ്റ്റേഷൻ്റെ വെളിയിൽ ഇതുകൊണ്ട് ഇതിലെ റോഡ് കാണാം. നമ്മളിതാ ഇതിലേക്കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ താജ്മഹലിൽ എത്താൻ കേട്ടോ. ഇവിടെ നിന്ന് കൂടിപ്പോയാൽ ഒരു 1 കിലോമീറ്റർ കാണത്തുള്ളൂ താജ്മഹൽ. അപ്പോൾ ഇവിടെ ഇറങ്ങണം. താജ്മഹലിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ മെട്രോയിൽ വന്നാൽ ഇവിടെ ഇറങ്ങണം. നീ ഏതൊക്കെ മെട്രോയിലല്ലേ ലാസ്റ്റ് യാത്ര ചെയ്തേ? എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഞാൻ 2 മെട്രോയിൽ. ഭയങ്കര വെയിലടിക്കുന്നല്ലേ? കൊച്ചി മെട്രോയിലും ചെന്നൈ മെട്രോയിലും. അപ്പൊ ഹൈദരാബാദ് മെട്രോ? ഹൈദരാബാദ് മെട്രോ നമ്മൾ പോയിട്ടുണ്ടല്ലോ. ഹൈദരാബാദ് മെട്രോ, മുംബൈ മെട്രോ മെട്രോ പോയില്ലല്ലേ? അപ്പൊ ഇവിടെ പാട്ടൊക്കെ ഉണ്ട്. അതായത് ഇവിടെ നമ്മളെ കഴിവ് തെളിയിക്കാൻ വേണ്ടി അവിടെ പാട്ട് തോന്നി അങ്ങോട്ട് പോകുന്നില്ല, നമ്മൾ കോർപ്പറേറ്റ് വരും. ഇവിടെ ചെറിയ സ്റ്റേജൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റേജിൽ പിള്ളേർക്കൊക്കെ വേണമെങ്കിൽ പാട്ടൊക്കെ പാടി ആ വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ. ഷോ യുവർ ടാലന്റ് എന്ന് പറഞ്ഞാണ്. ഇതാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത്. മെട്രോ സ്റ്റേഷൻ അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷൻ ആണ് കേട്ടോ. ഇതിനകത്തോട്ട് നമ്മൾ കയറി കഴിഞ്ഞാണ്ടോ അടിപൊളിയല്ലേ. ഇത് നമ്മളെ നാട്ടിലത്തെ മെട്രോയുടെ കളർ ടൂണല്ല ഇവിടെ. ഇത് വേറെ മഞ്ഞ കളർ ടൂണിലാണ് കേട്ടോ. മഞ്ഞ അല്ലല്ലോ, ഏകദേശം ഒരു മഞ്ഞ കളർ ടൂണിലാണ്. നമുക്കപ്പോൾ എസ്കലേറ്റർ വഴി താഴോട്ട് പോയിട്ട് നമുക്ക് മെട്രോയിൽ കയറാം. ഈ മെട്രോ അണ്ടർഗ്രൗണ്ടിലാണ് കേട്ടോ മെട്രോ ഉള്ളത്. നമ്മൾ സാധാരണ സ്റ്റേഷൻ മേളിലല്ലേ, ഇത് സ്റ്റേഷൻ താഴെയാണ് കേട്ടോ. അണ്ടർഗ്രൗണ്ടിൽ സ്റ്റേഷനിലാണ് താജ്മഹൽ മെട്രോ സ്റ്റേഷൻ ഉള്ളത്. നമുക്ക് ടിക്കറ്റ് ചാർജും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണിക്കാം. അടിപൊളി സ്റ്റേഷനാണല്ലോ അല്ലേ? നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലോ. വെറൈറ്റി ഒരു കളർ തീമിലാണ് മെട്രോ സ്റ്റേഷൻ ഉള്ളത് കേട്ടോ. നമ്മളപ്പോഴേ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് ആഗ്ര ഫോർട്ട് വരെ 20 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ്. ഞങ്ങൾ റിട്ടേൺ ടിക്കറ്റും കൂടെ ചേർത്തങ്ങ് എടുത്തു കേട്ടോ. ഇതാണ് ഇതിൻ്റെ മാപ്പ്. ഇപ്പം നിലവിലുള്ള മാപ്പ് ഇതാണ്. റൂട്ട് മാപ്പ് ഹിന്ദിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ് താജ്മഹൽ. നമ്മൾ പോകുന്നത് ആഗ്ര ഫോർട്ടാണ്. താജ്മഹൽ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ താജ്മഹലാണ്. അതുകൊണ്ട് ഇവിടെയാണ് നമുക്ക് പോകേണ്ട ആഗ്ര ഫോർട്ട്. മൊത്തത്തിൽ ഒരു 6 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. QR കോഡ് സ്കാൻ ചെയ്ത് എൻട്രി ആവാം. നമ്മളിപ്പോൾ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്തു, അകത്ത് കയറി. ഇതാണ് ഇതിൻ്റെ ടൂണൊക്കെ കേട്ടോ. ഇതുപോലെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ ഉദ്ഘാടനത്തിൻ്റെ ഫോട്ടോസൊക്കെ കാണാൻ പറ്റും കേട്ടോ. ആണോ? മെട്രോ സ്റ്റേഷൻ്റെ റൈറ്റ് സൈഡൊക്കെ നല്ല കളർഫുൾ ആയിട്ടുണ്ട്. നല്ല പൂക്കൾ പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയല്ലേ? നമുക്കപ്പോൾ ഇനിയും താഴോട്ട് പോകണം. നമ്മളിങ്ങനെ അണ്ടർഗ്രൗണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പുതിയ മെട്രോ സ്റ്റേഷനിൽ നിന്നും. യെസ്, ഇനി എന്താ കേട്ടോ, നല്ല വൃത്തിയായിട്ടുണ്ട്. പുതിയതായതുകൊണ്ട് ആൾക്കാരൊക്കെ പുതിയ മെട്രോ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വരുവാണ്. നമുക്ക് ഇവിടെ നിന്നാണ് കേട്ടോ ട്രെയിൻ കയറേണ്ടത്. ഓക്കെ, നമ്മൾ താഴെ വന്നു, ട്രാക്കിൻ്റെ അടുത്തെത്തി കേട്ടോ. അണ്ടർഗ്രൗണ്ട് മെട്രോ ആണ് ഇത്. അണ്ടർഗ്രൗണ്ട് മാത്രമല്ല കേട്ടോ, ഇത് ഇവിടെ നിന്ന് അണ്ടർഗ്രൗണ്ട് ആണെങ്കിലും ഇനി ഇതിൻ്റെ കംപ്ലീറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് മുകളിലും താഴെയൊക്കെ ആയിട്ടുള്ള മെട്രോ സ്റ്റേഷനാണ് കേട്ടോ. അല്ലാതെ നമ്മളവിടുത്തെ പോലെ മുകളിൽ മാത്രമല്ല, ഇത് രണ്ടും ഉണ്ട്. ഇതാണ് ഇതിൻ്റെ സ്റ്റേഷൻ്റെ ബോർഡൊക്കെ എഴുതിയിരിക്കുന്ന വെറൈറ്റി ആയിട്ടുണ്ടല്ലേ. താജ്മഹൽ, താജ്മഹൽ എന്നുള്ള ബോർഡ് എന്നുള്ള സ്റ്റേഷനിൽ നിന്ന് നമ്മൾ അകത്തോട്ട് കയറുകയാണ്. എങ്ങനെയുണ്ട് സ്റ്റേഷൻ? എങ്ങനെയുണ്ട്? അണ്ടർഗ്രൗണ്ട് മെട്രോ അടിയിലാണ്. ചെന്നൈയിലും ഉണ്ട് അണ്ടർഗ്രൗണ്ട്. ചെന്നൈയിൽ നമ്മൾ പോയിട്ടുണ്ടല്ലോ. അണ്ടർഗ്രൗണ്ട് മെട്രോയുടെ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഞാൻ പോകുന്നത് നമ്മൾ ഇന്നലെ അവിടുന്ന് റൂഫ് ടോപ്പ് റെസ്റ്റോറന്റ് മേളിലേയും കൂടെ പോകും. മേളിലേയും പോകും, താഴെയും പോകും. രണ്ടും ഉണ്ട് കേട്ടോ. നമ്മൾ ട്രെയിൻ വന്നെന്നാണ് തോന്നുന്നത്. യെസ്, വന്നു. അങ്ങോട്ട് ഓടിക്കണം. ആരും ഇല്ലല്ലോ, തിരക്കൊന്നും ഇല്ലല്ലോ ഇതിനകത്ത് അല്ലേ? സൗകര്യമായിട്ട് പോവാം. ഒറ്റ മനുഷ്യനില്ലെന്നൊന്നുമില്ല. ആകെ 2-3 പേരേ ഉള്ളൂ. പിന്നെ മെട്രോയിൽ നമ്മൾ ആദ്യമായിട്ടൊന്നല്ല കയറുന്നതുകൊണ്ട് വലിയ വ്യത്യാസമായിട്ട് തോന്നാനൊന്നുമില്ല. ഏകദേശം
എല്ലാം ഒന്ന് തന്നെയാണ്. ഈ ട്രെയിൻ പോകുന്ന റൂട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ എൻഡ് എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമില്ല. ജെൻസ് മാത്രമായിട്ടൊന്നുമില്ല. അതാ ഉണ്ടെങ്കിൽ ലേഡീസ് മാത്രമേ കാണത്തുള്ളൂ, ജെൻസ് മാത്രമായിട്ടൊന്നും കാണത്തില്ല. അപ്പം നമ്മൾ അണ്ടർഗ്രൗണ്ട് മെട്രോയുടെ അടിയിൽ നിന്ന് പോവുകയാണ്. ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് മൻകമേശ്വർ എന്ന് പറഞ്ഞ സ്റ്റേഷൻ വരെയാണ് കേട്ടോ. അത് ഇവിടുന്ന് 6 കിലോമീറ്റർ അപ്പുറത്ത്. നിലവിൽ ഈ ഒരു ഫേസ് മാത്രമേ ഓണായിട്ടുള്ളൂ. കയറി ഉടനെ ഇറങ്ങാറായല്ലോ. ഒന്ന് ഇരുന്നേക്കാം അല്ലേ? നമ്മളിപ്പോൾ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്നതുകൊണ്ട് നമുക്കൊന്നും വെളിയിലൊന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. അണ്ടർഗ്രൗണ്ട് ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റത്തില്ല. ഭൂമിക്ക് അടിയിൽ കൂടെയാണ് നമ്മളിപ്പോൾ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് എത്തും കേട്ടോ ആഗ്ര ഫോർട്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ എൻഡ് വരെ പോകായിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ച് ആഗ്ര ഫോർട്ടിൽ ഇറങ്ങി ആഗ്ര ഫോർട്ടും കൂടെ കാണാം. 5:30 ആകുമ്പോഴത്തേക്ക് ആഗ്ര ഫോർട്ട് ക്ലോസ് ചെയ്യും. അതിന് മുമ്പേ നമ്മൾ അവിടെ എത്തണം. ഇപ്പോൾ ഉടനെ ഇറങ്ങാറായല്ലോ. ചെറിയൊരു മെട്രോ യാത്ര ഇപ്പോൾ അല്ലേ? പെട്ടെന്ന് അങ്ങ് തീർന്നു. ആഗ്ര ഫോർട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതെല്ലാം അണ്ടർഗ്രൗണ്ടിൽ തന്നെയാണ് കേട്ടോ. ആഗ്ര ഫോർട്ട് മേളിലാണ്. ഇറങ്ങിക്കും. ചൂടത്ത് യെസ് കയറി അതേ സ്ഥലം പോലെ തന്നെ ഉണ്ട് കേട്ടോ. ഇറങ്ങുന്ന സ്ഥലവും കാണുമ്പോഴും. അതുകൊണ്ട് നിങ്ങൾക്ക് അണ്ടർഗ്രൗണ്ട് മെട്രോയുടെ അണ്ടർഗ്രൗണ്ട് കാണണമെങ്കിലോ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം കേട്ടോ, ടണൽ പോലെ ഭൂമിക്കടിയിലുള്ള മെട്രോ സ്റ്റേഷൻ. നമുക്ക് ട്രെയിൻ പോയിട്ട് നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ അണ്ടർഗ്രൗണ്ട് ട്രെയിൻ പോയി. നമ്മളിതാ ഒരു മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിന്ന് തോന്നുന്നല്ലേ? 1 മിനിറ്റ് എടുത്താണ് തോന്നുന്നു. അതുകൊണ്ടേ ടണൽ കാണാം കേട്ടോ, അണ്ടർഗ്രൗണ്ട്. ശരിയാണല്ലോ. നമ്മളവിടെയൊക്കെ മെട്രോ ഉദ്ഘാടനം ചെയ്തപ്പോഴത്തേക്ക് ആളും ബഹളവും ഒക്കെ ആയിരുന്നു. അത് കാണാനും കയറാനും. ഇവിടെ ആർക്കും വേണ്ടെന്ന് തോന്നുന്നു. ആകെ 9 ദിവസമായുള്ളൂ ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. എന്നിട്ട് പോലും ഇവിടെ ഒന്നും ആരെയും കാണാനില്ല. ഈ മെട്രോ സ്റ്റേഷൻ്റെ കംപ്ലീറ്റ് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് 29 കിലോമീറ്റർ ആവും കേട്ടോ. ആദ്യത്തെ ഫേസ് മാത്രമാണ് ഇപ്പം തുറന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഭൂമിയിലോട്ട് പോവാം, മുകളിലോട്ട് പോവാം. ഇതിന് ടൈമിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഓരോ 5-10 മിനിറ്റ് കൂടുമ്പോഴത്തേക്ക് വരും. നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്തു. നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ രീതിയൊക്കെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. നമ്മളിതാ നേരെ മേളിലോട്ട് നോർമൽ ലൈഫിലോട്ട് പോകാൻ പോവാണ്. അണ്ടർഗ്രൗണ്ട് മെട്രോയിൽ നിന്നും നമ്മൾ മുകളിലോട്ട് കയറുകയാണ്. എങ്ങനെയുണ്ട്? സിമ്പിൾ പരിപാടി ആയിരുന്നല്ലേ? ഇതിനകത്ത് കടകളൊന്നുമില്ല. മറ്റേ മെട്രോ സ്റ്റേഷനകത്തൊക്കെ ചെറിയ കടകളൊക്കെ കാണുന്നത്. അല്ല, ഇതിപ്പോ ഉദ്ഘാടനം കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ ഇനി വരേണ്ടി വരായിരിക്കും. തിരക്കില്ല കേട്ടോ, വളരെ കുറവ്. നമ്മൾ ഇറങ്ങിയപ്പോൾ ആരും ഇല്ലല്ലേ. നമ്മളിപ്പോൾ വന്ന സമയം കണ്ടോ, നമ്മളിപ്പോൾ 5 മണിയാവാൻ പോകുന്നത്. 5:30 വരെ ഉള്ളൂ ആഗ്ര ഫോർട്ടിനകത്തോട്ട് നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആഗ്ര ഫോർട്ട് അതാ ഫോർട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാം. തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് ആഗ്ര ഫോർട്ട് ഇരിക്കുന്നത് കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ അതിമനോഹരമായ ആഗ്ര ഫോർട്ട് നമ്മുടെ കൺമുന്നിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് സ്റ്റേഷൻ ഇറങ്ങി നമുക്ക് നടക്കാൻ ഒരുപാട് ദൂരമൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ആഗ്ര ഫോർട്ട് കാണുന്നത്. താജ്മഹൽ വന്നിട്ടുണ്ടെങ്കിലും നമ്മളിതൊരു ആഗ്ര ഫോർട്ട് കണ്ടിട്ടില്ല. ടിക്കറ്റിന് ആവശ്യമില്ല. വേണം, നമുക്ക് റിട്ടേൺ കൂടെ അല്ലേ. നമ്മൾ റിട്ടേൺ ടിക്കറ്റും കൂടെയാണ് എടുത്തത്. വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ പെട്ടെന്ന് മെട്രോയിൽ കയറി ആഗ്ര ഫോർട്ട് ആണ്. മെട്രോ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം അല്ലേ? എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള ട്രാൻസ്പോർട്ടേഷൻ അല്ലേ മെട്രോ. എനിക്കിവിടെ തോന്നി വെച്ചാൽ ഈ നമ്മുടെ താജ്മഹലും ഈ ഏരിയയൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയും റോഡൊക്കെ നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ്. ഇതർ താജ്മഹൽ, ആഗ്ര ഫോർട്ട്, ബാബാ റോഡ് ക്രോസ് ചെയ്തിട്ട്. ഇവിടുന്ന് കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. വലിയൊരു കോട്ട അല്ലേ, ഭയങ്കര വലിപ്പമുണ്ട്. നമുക്കിവിടെ ടിക്കറ്റ് എടുക്കണം. പക്ഷേ ഈ ഹോണടിയുടെ കാര്യത്തിൽ ഇവർക്ക് ആർക്കും ഒരു മാറ്റമില്ല. എല്ലാ ഇന്ത്യൻ സിറ്റിയും പോലെ തന്നെയാണ്. ഭയങ്കരമായ ഹോണടിയാണ്. ഇതിന് ഇവരെ വിളിച്ച് ഹോണടിക്കുന്നതിനെ കുറിച്ച് ഇവർക്കൊരു ബോധവൽക്കരണം കൊടുക്കണം. നമുക്ക് നേരെ ആഗ്ര ഫോർട്ടിലോട്ട് കയറി ചെല്ലാം. അടിപൊളി വെച്ചാൽ അടിപൊളി അല്ലേ. പല കോട്ടകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയ കോട്ട നമ്മൾ കണ്ടിട്ടില്ല. ടിക്കറ്റ് എടുക്കാം. നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ഇന്ത്യക്കാരന് 50 രൂപയും വിദേശിക്ക് 650 രൂപയാണ് കേട്ടോ. വ്യത്യാസം നോക്കിയേ. ഇന്ത്യക്കാരനായ ഭാഗ്യം. എല്ലാവരെയും 650 രൂപ എടുക്കേണ്ടി വന്നു.
ടിക്കറ്റിനകത്തൊരു പ്രത്യേകത ഉണ്ട്, 2 ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ഒരെണ്ണം എന്ന് പറയുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു 40 രൂപയും 10 രൂപ ഇവിടുത്തെ ഡെവലപ്മെൻറ്റ് അതോറിറ്റിക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത്. ഇത് 40 രൂപ ടിക്കറ്റും ഇത് 10 രൂപ ടിക്കറ്റും. പോവാം. എന്നിട്ട് നമുക്ക് ഈ 2 ടിക്കറ്റും എടുത്ത് മൊത്തം 100 രൂപയാണ് 2 പേർക്ക്. നമുക്കിപ്പോൾ ആഗ്ര ഫോർട്ടിൻ്റെ അകത്തോട്ട് കയറാം. ഇത് പിടിച്ചോ, നമുക്ക് അവിടെ ചെന്നിട്ട് കൊടുക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് മുഗൾ ചക്രവർത്തി അക്ബർ പണികഴിപ്പിച്ച ആഗ്ര ഫോർട്ട് എന്ന് പറയുന്നത്. ഇതിന് ആഗ്രയിലെ ചെങ്കോട്ട എന്നും പറയും കേട്ടോ. അപ്പം നമ്മൾ സാധാരണ ഒരു കോട്ട കാണുന്ന അതേ മാതൃകയിൽ തന്നെയാണ് നമ്മൾ കോട്ടയ്ക്ക് വെളിയിലായിട്ട് നമ്മൾ ഇതുപോലത്തെ വെള്ളം തടഞ്ഞു നിർത്തുന്ന പരിപാടി ഉണ്ടല്ലോ, എന്താ അതിനെ പറയുന്നത്, ഒരു കനാല് പോലെ നമുക്ക് ഫ്രണ്ടിൽ കാണാൻ പറ്റും. എല്ലാം നമ്മൾ മിക്ക കോട്ടയിൽ പോകുമ്പോഴും നമുക്കിങ്ങനെ കാണാം. പാലക്കാട് കോട്ടയിൽ പോയാലും നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും. നമ്മളത് ഇപ്പുറ സൈഡോട്ട് വന്നു. താഴേക്ക് ആൾക്കാർ നടന്നു പോകുന്നുണ്ടല്ലോ, ഇവിടുത്തെ പണിക്കാരാണോ എന്നൊരു ഡൗട്ടുണ്ട്. എനിവേ നമുക്ക് ടിക്കറ്റ് കാണിച്ചിട്ട് അകത്തോട്ട് കയറാം. ഇവിടെ അലൗഡ് അല്ലാത്ത വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എല്ലാത്തിനകത്ത് ഇപ്പോൾ സെൽഫി സ്റ്റിക്കൊക്കെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നുണ്ട്. സെൽഫി സ്റ്റിക്കൊക്കെ ഇപ്പം നിരോധിച്ചോ? നമ്മളെ സെൽഫി സ്റ്റിക്കൊക്കെ ഉണ്ട് ബാഗിനകത്തായിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇവിടെ നിരോധിച്ച വസ്തുക്കൾ. നമുക്ക് എന്തായാലും അകത്തോട്ട് കയറാം. നല്ല സെക്യൂരിറ്റി ചെക്കപ്പ് അല്ലേ? പരിശോധനയാണ്. നമ്മൾ ഫസ്റ്റ് ഗേറ്റ് കയറി ഇനി വീണ്ടും പരിശോധന ഉണ്ട് കേട്ടോ. എന്താ ഭംഗി അറിയാനകത്തൊക്കെ. ഇതെല്ലാം ചുമപ്പ് ഇഷ്ടിക കൊണ്ട് കെട്ടിയ ഇഷ്ടിക കാണാം, അതല്ല ചുമന്ന കല്ലുകൊണ്ട് തീർത്ത അതിമനോഹരമായ കോട്ട അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനകത്തോട്ട് കയറാം. പരിശോധന ഒരുപാടാകുമ്പോൾ നമുക്ക് ബോറാവും. നമ്മൾ ആദ്യം 2 വട്ടം പരിശോധിച്ചു, ഇതിന് 3ാമത്തെ വട്ടം ഇവിടെ. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് കയറി. 94 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുവാണ് നമ്മൾ ആഗ്ര ഫോർട്ട് എന്ന് പറയുന്നത്. ഉത്തർപ്രദേശ് ഗവൺമെൻറ്റിന് എന്തായാലും താജ്മഹലും ആഗ്രയിലെ ഫോർട്ടും ഉള്ളതുകൊണ്ട് നല്ല വരുമാന മാർഗം കൂടിയാണ്. പണ്ട് രാജാവ് ഭരിച്ചിരുന്ന സ്ഥലം ഇന്ന് ഗവൺമെൻറ്റിന് നല്ലൊരു വരുമാന മാർഗമായി മാറി. എന്തായാലും നമുക്കിതാ ഈ കോട്ടയുടെ അകത്തൊക്കെ പോയി കാണാം. 94 ഏക്കറിലുള്ള ഒരു കോട്ട. എന്ത് ഭംഗിയല്ലേ, മേളിൽ കയറാൻ പറ്റും. ഭയങ്കര രസമല്ലേ, നല്ല വൃത്തിയായിട്ടും നീറ്റായിട്ടും അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ. ഈ ഭാഗമൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇത് ചുടുകട്ട കൊണ്ടാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. അതാ നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും ചുടുകട്ടയൊക്കെ. ചുടുകട്ട മീൻസ് ഇഷ്ടിക കല്ലുകളൊക്കെ നമുക്ക് ഇതാ ഈ സൈഡിലായിട്ട് കാണാൻ പറ്റും കേട്ടോ. പഴയ നിർമ്മിതികൾ തന്നെയാണ്. അതിൻ്റെ സ്ട്രോങ് വേറെ ഇപ്പോഴത്തെ ഒന്നിനും കിട്ടത്തില്ല. ഇതൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടോ ഈ വഴിയൊക്കെ? ഹിന്ദി സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള വഴികളാണ് കേട്ടോ ഇതൊക്കെ. ഹിന്ദി സിനിമയൊക്കെ ഇവിടെ ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങനെ കോട്ടയുടെ അകത്തോട്ട് കയറി. എന്ത് ഭംഗി നോക്കിയാൽ ഇവിടെ വലിയ വിശാലമായ സ്ഥലം, വലിയൊരു ഗാർഡൻ ഏരിയ. പിന്നെ നമുക്ക് ഈ കാണുന്നതൊക്കെ കണ്ടാൽ തന്നെ അറിയാം നമ്മൾ മുഗൾ ആർക്കിടെക്ചർ സ്റ്റൈലാണ്. നമ്മളിപ്പം ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ ഇതേ രീതിയിലുള്ള കോട്ടകൾ തന്നെയാണ് കാണുന്നത് കേട്ടോ. നമ്മൾ റെഡ് ഫോർട്ട് ആയാലും അതുപോലെ തന്നെ നമ്മളെ ജുമാ മസ്ജിദ് എല്ലാ ഏരിയ ഏകദേശം ഇതുപോലെ തന്നെ ഇരിക്കും. കാരണം ഇതെല്ലാം മുഗൾ എംപയർ കാലത്ത് ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ നിലവിലുള്ള ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെയാണ്. അതിന് മുമ്പായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആയിരുന്നു കേട്ടോ. ബ്രൗൺ കളർ, ഭയങ്കര ബ്രൗൺ അല്ല, അതൊരു ചെങ്കോട്ട എന്നല്ലേ പറയുന്നത്. അപ്പൊ ചുവപ്പ് കളർ, ആ കളർ ഭയങ്കര ഭംഗി, ഭയങ്കര എടുപ്പ്. ആ വെയിലൊക്കെ വരുമ്പോ അത് ആ നാടിന്റെ തന്നെ ഒരു തലയെടുപ്പോടെ നിൽക്കുന്നതായിട്ട് തോന്നുന്നു. മുഗൾ ഭരണകാലത്ത് രാജ്യം ഭരിച്ചിരുന്ന സ്ഥലമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പൊ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ്. അതുപോലെ തന്നെ ഷാജഹാനെ ഇവിടെ തടങ്കലിലാക്കിയിട്ടുള്ളത് ഇവിടെ തന്നെയാണ്. അത് എവിടെയാണെന്ന് അറിയാൻ വയ്യ. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താജ്മഹൽ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഇതിലെ കൂടി അകത്തോട്ടും കൂടെ പോയി നോക്കാം. പോയി നോക്കിയിട്ട് അവിടുത്തെ കാഴ്ചകളും കൂടെ കാണാം. ജഹാംഗീർ മഹൽ ആൻഡ് അക്ബറി മഹൽ. അതുകൊണ്ടേ ഇതിലെ കൂടിയാണ് പോകേണ്ടത്. നമുക്ക് ആദ്യം അവരുടെ മഹലൊന്ന് പോയി കണ്ടിട്ട് വരാം. നമ്മളിതിനകത്തോട്ട് കയറിയ കണ്ടോ, ജഹാംഗീർസ് ബാത്ത് ഡബ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, വലിയൊരു ബാത്ത് ഡബ്ബാണ്. ഞങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ക്യാമറയിൽ. ഞങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റത്തില്ല കേട്ടോ അതിൻ്റെ അകമൊന്നും. അപ്പം ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതാകൊണ്ട് നമുക്കിത് ഇവിടെ കാണാൻ പറ്റുന്നത്. അതിൻ്റെ മുകളിലാണ് ഇവർ ഈ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ചെയ്യോ ഇതുണ്ടോ, ഇതിൻ്റെ ഒരു പൊക്കം എന്ന് പറയുന്നത് 5 അടി പൊക്കവും 8 ഫീറ്റ് ഡയമീറ്ററും 25 ഫീറ്റ് സർക്കംഫറൻസും ഉള്ള ഒരു ബാത്ത് ടബാണ്. ജഹാംഗീറിൻ്റെ AD 1610 ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ അക്ബറിൻ്റെ മഹലിലോട്ട് പോവാം. നമുക്കിനി ഇതിനകത്തോട്ട് കയറാം. കല്ലുകളൊക്കെ കണ്ടോ, കൺസ്ട്രക്ഷൻ രീതി ഒരു രക്ഷയില്ലാത്ത കൺസ്ട്രക്ഷൻ രീതിയായിരുന്നു.
ഒറ്റയ്ക്കൊക്കെ ഇതിനകത്ത് വന്ന് പെട്ട പേടിച്ചു പോലെ. ഒറ്റയ്ക്കൊക്കെ അന്നത്തെ ഇതിനകത്ത് വന്ന് പെട്ട കാലഘട്ടം ഒന്ന് പേടിച്ചു ആലോചിച്ച് പോലെ. നോക്കി, എന്തോ ആയിരിക്കുമല്ലോ അന്ന് ഇവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ. ഇന്നത്തെ ലക്ഷറിയേക്കാളും വലിയ ലക്ഷറി ആയിരുന്നു അവർ പണ്ട്. അവരുടെ ഏറ്റവും വലിയ ലക്ഷറി എന്ന് പറയുന്നത് ഇതുപോലത്തെ കോട്ടകൾ കെട്ടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷറി. ഇതിനകത്തോട്ട് കയറി ഇതൊക്കെ നീ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഹിന്ദി സിനിമയിലൊക്കെ ഈ സ്ഥലമൊക്കെ എനിക്കിങ്ങനെ കാണുമ്പോൾ അതാ ഓർമ്മ വരുന്നത്. ഇത് ചുറ്റിക്കിറങ്ങി കാണുമെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല കേട്ടോ, അല്ലേ? എത്ര നടന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കോട്ട വലിയൊരു കോട്ട. എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും വലിയ കോട്ട വരെ കണ്ടിട്ടില്ല. നമ്മുടെ ഇടയ്ക്ക് പാലക്കാട് കോട്ട പോയില്ലായിരുന്നു അല്ലേ? ഇത് കണ്ടില്ലേലും ഭയങ്കര മിസ്സിംഗ്. പിന്നെ തീർച്ചയായിട്ടും ആഗ്രഹം വന്നാൽ നിങ്ങൾ താജ്മഹൽ മാത്രം കാണരുത്, തീർച്ചയായിട്ടും ഇവിടെയും വരണം. താജ്മഹലിനെക്കാളും ചുറ്റി നടന്ന് കാണാനുണ്ട്. അതെ, താജ്മഹൽ നമുക്ക് ആ ഒരു താജ്മഹൽ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് ഒത്തിരി ചുറ്റി നടന്ന് കാണാം. ഇവിടെ നിന്നാണ് നമുക്ക് പണ്ടത്തെ രാജാക്കുമാരൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമായിരിക്കും അല്ലേ? താജ്മഹൽ. ആ യെസ്, ഇവിടെ നോക്കിയാൽ നമുക്ക് താജ്മഹൽ കാണാം. ഞാനത് ശ്രദ്ധിച്ചില്ല, നീ പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ച്. അതുകൊണ്ടേ ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് താജ്മഹൽ കാണാൻ പറ്റും. കണ്ടോ? എൻ്റെ പൊന്നോ, എന്നാ കാഴ്ച അറിയാം. നേരിട്ട് നോക്കുമ്പോൾ ഇതിലും ഭംഗിയുണ്ട്. ക്യാമറയിൽ നിങ്ങൾക്ക് അത്ര അറിയാൻ പറ്റത്തില്ല, നേരിട്ട് കാണുമ്പോഴേ ഭയങ്കര ഭംഗി അല്ലേ? ഷാജഹാനെല്ലാം പണി കഴിപ്പിച്ചിട്ട് ഇവിടെ നിന്ന് നോക്കുന്നുണ്ടോ? ശരിക്കും ഇതിനെ ഇവിടെ നിന്ന് തന്നെ കറക്റ്റ് പ്ലേസിലാ ഇവിടെ നിന്ന് നോക്കുന്നതാണ് ശരിക്കും നോക്കുമ്പോ കാണുന്ന രീതി തന്നെ പണി വെച്ചിരിക്കാനുണ്ട്. അവര് താമസിക്കുന്ന ചക്രവർത്തിമാരൊക്കെ താമസിക്കുന്ന ഇവിടെയും ശവകുടീരം അവിടെയാണല്ലേ? ഇവിടെ നിന്ന് നോക്കി ഇങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ രസമായിരുന്നായിരിക്കും അന്ന് ഷാജഹാൻ. അവരെ അന്നത്തെ ലൈഫ് സ്റ്റൈൽ എന്തായിരിക്കും അല്ലേ? ഭയങ്കര തന്നെ. പക്ഷെ ആ ഇപ്പുറത്തെ സൈഡ് ആ നദിയുടെ ഇങ്ങേക്കരയിൽ ആ ബ്ലാക്ക് മഹളോടെ വന്നിരുന്നെങ്കിൽ, യമുന നദിക്കരല്ലേ വന്നിരുന്നെങ്കിൽ, ഈ സൈഡ് വന്നിരുന്നെങ്കിൽ ഏകദേശം ഈ സൈഡ് ബ്ലാക്ക് മഹൽ വരണം, താജ്മഹൽ വരണം, ഓരോ മഹലുകൾ ഓരോന്ന് വെച്ച്. നമുക്കിനി അകത്തോട്ട് ഇങ്ങനെ കയറിക്കൊണ്ട് പോവുകയാണ്. അകത്തോട്ട് കയറുമ്പോഴത്തേക്കുണ്ടോ ഇത്ര നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പോലെയല്ല. ഇനി കാണുന്നത് നമ്മൾ വൈറ്റ് മാർബിൾ കൊണ്ടുള്ള മഹലാണ്. കണ്ടോ? ഇവിടെ നിന്ന് നോക്കിയാൽ ഭയങ്കര മനോഹരമായിട്ട് കാണാം താജ്മഹൽ അല്ലേ? ഇതേ ഇങ്ങോട്ട് വാ, ഇതൊരു വ്യൂ പോയിന്റ് തന്നെയാണ് പറയാം കേട്ടോ. താജ്മഹൽ കാണാനുള്ള എൻ്റെ ഇന്ത്യ എന്ത് മനോഹരമാണെന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായിട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. ഈ ഒരു ലോകം വേറെ ലെവലാണ്. നമ്മൾ ഭയങ്കര സമ്പന്നമായി കാണിക്കുന്ന ഒരു സ്ഥലമാണ് ഇതൊക്കെ. ഇന്ത്യ ഭയങ്കര റിച്ചായിട്ട് തോന്നി ഇവിടെ വരുമ്പോൾ. നിനക്കത് ഫീൽ ചെയ്തായിരുന്നോ? ഇവിടെ വന്നപ്പോൾ ഇന്ത്യ ഭയങ്കര റിച്ചായിട്ട് തോന്നിയില്ലേ അല്ലേ? നമ്മൾ ഭയങ്കര റിച്ചായിട്ട് തോന്നി ഇവിടെ വന്നപ്പോഴത്തേക്ക്. പ്രൗഡാണ്. നമ്മൾ ഈ കാണുന്ന വൈറ്റ് മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയാണ് കാസ് മഹലും, നമ്മൾ റെഡ് സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയാണ് ജഹാംഗീർ മഹൽ എന്ന് പറയുന്നത് കേട്ടോ. ഇതാ ഇവിടെ നമുക്കൊരു ഗാർഡൻ ഏരിയ കാണാം. എൻ്റെ മോനെ, എന്ത് ഭംഗിയല്ലേ ഇവിടെ! ഇത് കണ്ടാലും തീരുന്നില്ലല്ലേ? ജീവിക്കുമ്പോ എന്ത് ജീവിതമായിരിക്കും അത്. രാവിലെ എഴുന്നേറ്റിട്ട് എങ്ങോട്ട് പോണെന്ന് ഇവിടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് പോയാൽ മതിയല്ലേ? എല്ലാം അന്നത്തെ കാലത്തെ എല്ലാം ഉണ്ട്. ഇതും ഏകദേശം ഒരു സ്വിമ്മിംഗ് പൂള് പോലെ ഉണ്ടല്ലോ കണ്ടിട്ട് അല്ലേ? പക്ഷെ ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്ലീസ് കീപ് ഡിസ്റ്റൻസ്. അതേ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ കരുതി ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിരിക്കുന്നതാണ് കരുതി. അപ്പോൾ നമുക്കേ കാസ് മഹലിൻ്റെ അടുത്തുനിന്ന് പോവാം. പക്ഷെ ശ്രദ്ധിച്ചോ, ഇവിടുത്തെ ഇതൊക്കെ കുറെ എല്ലാം ഓപ്പൺ രീതിയാണ് അല്ലേ? എല്ലാം ഓപ്പൺ രീതിയിലാണ് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നിങ്ങളിവിടെ വരുവാണെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഒരു 200 രൂപ കൊടുത്തൊരു ഗൈഡിനെ വെച്ചാൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തരും കേട്ടോ. വൈറ്റ് മാർബിൾ കാണാം. ഇവിടെ നിന്ന് നോക്കിയാലും കാണാം താജ്മഹൽ. ഇത് നമ്മൾ താജ്മഹലിൽ കണ്ട അതേ മാർബിൾ തന്നെയാണ് കേട്ടോ. എന്നാൽ അതിനേക്കാളും പഴക്കമുള്ളതാണ് നമ്മൾ ഈ ആഗ്ര ഫോർട്ട് എന്ന് പറയുന്നത്. താജ്മഹലിനേക്കാളും പഴക്കമുള്ളതാണ് ആഗ്ര ഫോർട്ട്. കാരണം ഇവിടെ ഉള്ളവരാണ് അത് പണിഞ്ഞത്. ഈ സൈഡിൽ നിന്ന് എങ്ങോട്ട് നോക്കിയാലും എവിടെ നിന്ന് നോക്കിയാലും കാണാം താജ്മഹൽ അല്ലേ? അതൊക്കെ നോക്കിയും കണ്ടുമാണ് അവർ ചെയ്തിരിക്കുന്നത്. എവിടെ നോക്കിയാലും അവർക്ക് താജ്മഹൽ കാണാൻ പറ്റണം. ഷാജഹാൻ ആ രീതിയിൽ ചിന്തിച്ചിട്ടാണ് ഇതെല്ലാം പണിഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ നിറങ്ങൾ മങ്ങുന്നുണ്ട് കണ്ടോ. ഇതിൻ്റെയൊക്കെ നിറങ്ങൾ കറുപ്പായി തുടങ്ങി, കളർ ഫെയ്ഡായി തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഓരോ ക്ലീൻ ചെയ്യണം തോന്നി അല്ലേ? ഇതൊക്കെ
എല്ലാ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഭാഗത്ത് പോലും നോക്കി എല്ലാ ഭാഗവും ഭംഗിയായിട്ടിരിക്കും. ഭംഗിയും അതിനകത്തൊരു ആർട്ടുണ്ട്. വെറുതെ ഒരു കല്ലുകൊണ്ട് പണിയുന്നതിന് പകരം അതിനെല്ലാം ഡിസൈൻ ചെയ്തല്ലേ എത്ര മനോഹരമാക്കാവോ. അതുപോലെ റൂഫ് വരെ അതുപോലെ. പക്ഷെ ഇപ്പൊ മാഞ്ഞൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ ഇച്ചിരി കളർ ഫെയ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ കളർ ഫെയ്ഡ് ആയിട്ട് ഒരു കറുപ്പ് പോലെ ആയിട്ടുണ്ട്. ഇത് കൊള്ളാം കേട്ടോ. ഛനാറ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കാണാം കേട്ടോ. ഇവിടെ നിന്നല്ല, ഇതിപ്പോ താജ്മഹൽ കണ്ട് ഇതിപ്പോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ കാണുന്ന താജ്മഹൽ ആയിരിക്കും എന്ന് വേണേൽ പറയാം അല്ലേ. എവിടെ നിന്നാലും നമുക്ക് താജ്മഹൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കാം. അന്നത്തെ അവരുടെ ആ ഒരു കണക്കൂട്ടല്ലേ, ഇവിടെ നിന്ന് നോക്കിയാ എനിക്കത് കാണണം എന്നുള്ള രീതിയിലാണ് അന്ന് അവിടെ പണിയിച്ചില്ലേ. അന്ന് ഈ റോഡും ബഹളവും ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള ഭംഗി ഇപ്പം കിട്ടത്തില്ല കേട്ടോ. ഇപ്പം ഈ റോഡും ഇതിൻ്റെ ട്രാഫിക്കും സൗണ്ടൊക്കെ അല്ലേ. പക്ഷെ അന്ന് ഒന്നുമില്ലാത്ത കാലത്ത് ഇപ്പം ആതിര ഷാജഹാൻ ആണെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും അല്ലേ. ഭയങ്കര ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയായിരിക്കും അല്ലേ അവരൊക്കെ. ആണല്ലോ. സത്യം പറഞ്ഞാൽ നമ്മളിവിടെ വന്ന് ഞാനും ആതിരയും കൂടെ ഞെട്ടിപ്പോയി എന്ന് വേണം പറയാം അല്ലേ. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത് എത്തിയൊരു ഫീലാണ്. ഇതാണ് ഗാർഡൻ ഏരിയ ഉണ്ടോ, നല്ല അടിപൊളി കളർഫുൾ പൂവ് എല്ലാം കാണാം. ഇവിടെ പയ്യെ നമ്മൾ കറങ്ങുവാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. നമ്മളിതിനെ പെട്ടെന്ന് ഓടിച്ചിട്ടാണ് പോകുന്നത്. എന്തായാലും ഒരു രക്ഷയില്ലാണ്ട് ഇവിടെ നമുക്ക് യോഗയൊക്കെ ചെയ്യുന്നതാണ്. ഫോറിനേഴ്സൊക്കെ വന്നിട്ടേ ഇവിടെ കണ്ടോ യോഗ ചെയ്യുന്നുണ്ടോ, കണ്ടോ മെഡിറ്റേഷൻ. ബാ എന്നാ നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇരിക്കാം. എന്തായാലും ഇവിടെ വന്നല്ലേ, ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് പോവാം. വേറൊരു കാര്യമേ, ഇവിടെ ഫോറിനേഴ്സ് എല്ലാം കൂടുതൽ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ താജ്മഹൽ കാണാൻ അല്ലാത്ത നമ്മുടെ നാട്ടുകാർ വന്നിട്ട് താജ്മഹൽ കണ്ടിട്ട് കൂടുതൽ പോകുന്നുണ്ട്. പക്ഷെ ഫോറിനേഴ്സ് എല്ലാം ഇവിടെ താജ്മഹലിൽ വന്നിട്ട് ഇവിടെ വരാത്തവർ ഒരുപാട് പേരുണ്ട്. പക്ഷെ വരാതിരിക്കരുത് എന്നേ നമുക്ക് പറയാനുള്ളൂ. അപ്പം ഞങ്ങളത് അവിടെ ഗാർഡൻ ഏരിയയിൽ കുറച്ച് നേരം ഇരുന്നിട്ട് ഇപ്പുറത്തോട്ട് വരുവാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഫുൾ പച്ചപ്പായിരിക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ കുറെ മെയിൻ്റെനൻസ് ഒക്കെ കാണാം. ഇത് നമ്മൾ താജ്മഹലിൻ്റെ വെളിയില്ലേ, താജ്മഹലിന് കയറുന്നതിന് മുമ്പ് നമ്മൾ കണ്ടില്ലേ, അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഏകദേശം ഈ ഏരിയ ഒക്കെ. ഈ ഗാർഡൻ ഏരിയയിൽ നമുക്കൊരു വലിയൊരു കിണർ കാണാം കേട്ടോ. എത്ര വലിയ കിണററിയോ. ഇവിടെ ആരോ ഇതൊക്കെ പൊട്ടിച്ചിട്ടുണ്ടല്ലേ. വെള്ളം കാണാം. അതുകൊണ്ട് വെള്ളമുണ്ട്. അതിനകത്തുനിന്നൊരു ചെറിയൊരു ഹോള് പോലെ അതിനകത്തോട്ടൊരു വഴി കണ്ടോ സൈഡിൽ നിന്ന്. ശരിയാണല്ലോ, കിണറിന്റെ അടിയിലല്ലേ, അടിയിൽ വഴി കാണുന്നുണ്ട്. അവിടെ ഇങ്ങനെ പറയുന്ന കേട്ടോ, അവിടെ ഒരു ഗൈഡോ അവിടെ ഒരു ഗൈഡ് ഇങ്ങനെ പറയുന്ന കേട്ട് അവിടെ വീഴുന്ന വെള്ളമൊക്കെ അവിടെ ഒരു ബോക്സ് പോലെ വെച്ചേക്കുന്നുണ്ട്. അതുവഴി ഇങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒഴുകി വരുന്ന സ്ഥലമായിരിക്കും ഇത്. എന്തായാലും ഇതിനകത്തൊരു വഴിയുണ്ട്. ഞാനങ്ങ് പറഞ്ഞു. അതെ അതെ, എന്തായാലും കിണറും ഉണ്ട് വെള്ളവും ഉണ്ട്. ഇത്രയും വലിയ കിണറേ, നല്ല താഴ്ച ഉണ്ട് കേട്ടോ കിണറിന്. അപ്പം എന്തായാലും നമ്മൾ ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി അടിച്ച് നടന്നിട്ട് തീരുന്നില്ല അല്ലേ. ഇവിടെ ഒരു സ്റ്റേജ് പോലെ കാണാം. എന്ത് മനോഹരമായിട്ട് ഇതൊക്കെ പണിഞ്ഞിരിക്കുന്ന അറിയോ. ഇത് ബാഹുബലി സെറ്റ് പോലെ ഇരിക്കുന്നല്ലേ. അതെ അതെ, ചില ആ ഏരിയ കാണുമ്പോൾ ബാഹുബലി സെറ്റ് പോലെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ 250 രൂപയുടെ ടിക്കറ്റ് എടുക്കണ്ട, അത്രയ്ക്കും കാണാനുണ്ട് താജ്മഹലിനെ കാണാം. തീർച്ചയായിട്ടും ഒരു ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുക്കട്ടെ. നമുക്ക് എന്നാ പുറത്തോട്ട് പോകാല്ലേ. ഇതിലെ കൂടെ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാം. ഇത് കണ്ടോ നിങ്ങള്, നമ്മൾ താഴോട്ട് ഇറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. ഈ സാധനം കണ്ടോ, പഴയ സിസ്റ്റമാണ് കേട്ടോ. ചങ്ങലയും ഈ ഡോറും കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ പൊക്കി വിടുമായിരിക്കും. കറക്റ്റ് അതിൻ്റെ സിസ്റ്റം നമുക്ക് അറിയത്തില്ല, മനസ്സിലാവുന്നില്ല. എന്നിരുന്നാൽ പോലും ഈ ഒരു വലിയ ഡോറ് കഴിഞ്ഞിട്ടുണ്ടോ ഇവിടെ ഒരു ഇത് കാണാം. അതായത് ഒരു പാലം. ഈ പാലം കണ്ടോ, ഈ പാലത്തിൽ ചങ്ങലയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു വെച്ചാൽ ഈ ചങ്ങല വെച്ച് അത് വലിക്കുമ്പോൾ ഇതങ്ങ് പൊങ്ങും. ഇത് പൊങ്ങി കഴിഞ്ഞാൽ പിന്നെ കോട്ട വേറെ, ഈ ഭാഗം വേറെ ആയിട്ട് സെപ്പറേറ്റ് ആവും. പിന്നെ തെങ്ങ് വളച്ച് ചാടേണ്ടി വരും അല്ലേ. അത് നീ പറഞ്ഞ സത്യമാണല്ലോ. ഇപ്പുറത്ത് തെങ്ങൊന്നുമില്ല. പക്ഷെ എന്തായാലും ആ ഒരു രാജവംശത്തിൻ്റെ ജീവിതം നമുക്ക് ശരിക്കും ഇവിടെ വന്നാൽ മനസ്സിലാവും കേട്ടോ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചാൻസ് കിട്ടിയാൽ ഇവിടെ വരണം, താജ്മഹൽ വരണം. ഇതൊന്നും മിസ് ചെയ്യാൻ പാടില്ലാത്ത കാഴ്ചകളാണ്. നമ്മളെ ഇന്ത്യയിൽ നമുക്ക് ചെറിയ ചിലവിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതൊക്കെ കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ മിസ് ചെയ്യും. അപ്പോൾ എന്തായാലും ഞങ്ങൾ കറങ്ങി അടിച്ച് വന്ന് ഞങ്ങൾ തിരിച്ച് ഇവിടെ എത്തി, ഇവിടെ വന്ന് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് വാങ്ങിയിട്ട്, അപ്പോൾ ഞങ്ങൾ വന്ന അതേ സെയിം മെട്രോയിൽ തന്നെ ഞങ്ങൾ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ താജ്മഹലിൻ്റെ അടുത്ത് റൂം എടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ അവിടെ മെട്രോയിൽ തന്നെ കയറി പോവുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാ നടന്നോളൂ, പോവാ നമുക്ക്. വിട് വണ്ടി താജ്മഹലിലോട്ട്.